ഒരു പ്രത്യേക പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ഒരു ആങ്കർ ഔട്ട് ബേസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദേഷ്യപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതിനുശേഷം മൈൻഡ് ഫ്രീ ആവുന്നില്ല, മറിച്ച് കൂടുതൽ അസ്വസ്ഥത അനുഭവപ്പെടാറാണ് പതിവ്. അല്ലെങ്കിൽ ചില വ്യക്തികൾ സെൽഫ് ബ്ലെയിമിങ്ങിലേക്ക് പോകാറുണ്ട്. അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അത് മോശമായി പോയല്ലോ എന്നിങ്ങനെയൊക്കെ. ദേഷ്യം നമ്മളെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം ഒരു 2 സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് നമ്മൾ സെൽഫ് അവെയർ ആകാനാണ് ശ്രമിക്കേണ്ടത്. അതായത് ഞാനിപ്പോൾ ദേഷ്യത്തിലാണ് എന്ന് സ്വയം ഉള്ളിലേക്ക് നോക്കാൻ ഒരു പോസ്. ഞാൻ ഏത് ഇമോഷനിലാണ് എന്ന് ഞാൻ അവെയർ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും. ഇത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമുക്കറിയാം, സെൻസറി സിഗ്നൽസ് ആദ്യം അമിഗ്ഡാലയിലേക്കാണ് എത്തുന്നത്, അതിനുശേഷമാണ് പ്രീ ഫ്രണ്ടൽ ലോബിലേക്ക് എത്തുക. അമിഗ്ഡാലയാണ് നമ്മുടെ ഇമോഷൻസിൻ്റെ കേന്ദ്രം, പ്രീ ഫ്രണ്ടൽ ലോബിലാണ് നമ്മുടെ റീസണിങ് ഒക്കെ നടക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി സൈമൾട്ടേനിയസ്ലി വർക്ക് ചെയ്താൽ മാത്രമാണ് കറക്റ്റായിട്ടൊരു ഡിസിഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. പിന്നീട് ഡിസ്ട്രാക്ഷൻസിലേക്ക് നമ്മളെ തന്നെ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ടിവിയോ മ്യൂസിക്, നല്ല മൂവീസ്, റീഡിങ്ങോ അല്ലെങ്കിൽ നല്ല ഒരു നേച്ചർ വാക്ക്. ഇതുകൂടാതെ ആക്റ്റീവ് എക്സസൈസസ്, ഡീപ്പ് ബ്രീതിങ്, മസിൽ റിലാക്സേഷൻ തുടങ്ങിയവയൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു ടിബറ്റിയൻ അധ്യാപകൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ദേഷ്യത്തെക്കുറിച്ച് ഡോണ്ട് സപ്രസ് ഇറ്റ് ബട്ട് ഡോണ്ട് ആക്ട് ഓൺ ഇറ്റ്. ആ ഇമോഷനെ നമ്മൾ കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രം ആക്ട് ഓൺ ഇറ്റ്. താങ്ക് യു.